നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്നതിന്റെ ഭാഗമായി ഡിജി കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർവേ നടത്തുന്നതിലേക്കായി വളണ്ടിയർമാർക്ക് പരിശീലനം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്നതിന്റെ ഭാഗമായി ഡിജി കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർവേ നടത്തുന്നതിലേക്കായി വളണ്ടിയർമാർക്ക് പരിശീലനം നൽകി. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് വി ബാലൻ പരിശീലനം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഡിജിറ്റൽ കേരള പദ്ധതി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങിയെങ്കിൽ കൂടി പ്രതികൂല കാലാവസ്ഥയും തെരഞ്ഞെടുപ്പും ഒക്കെ തന്നെ വന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കത് ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതാണ് വീണ്ടും സജീവമായി നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഈ പദ്ധതിയുടെ വളണ്ടിയർമാരായിട്ട് ആളുകളെ കണ്ടെത്തി നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഡിജി കേരള പദ്ധതി വിജയിപ്പിക്കാൻ നമുക്ക് കഴിയാം. പഞ്ചായത്ത് സെക്രട്ടറി മാത്യു കെ എം, അസിസ്റ്റന്റ് സെക്രട്ടറി സുഗതൻ എം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോജ എം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സഹിൽ രാജ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ടെക്നിക്കൽ അസിസ്റ്റന്റ് നിതിൻ രാജ് വളണ്ടിയർമാർക്കുള്ള ക്ലാസ് കൈകാര്യം ചെയ്തു. കണ്ണവം പോലീസ് സ്റ്റേഷൻ CI ഉമേഷ് വളണ്ടിയർമാർക്ക് സൈബർ സുരക്ഷ സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു. മുമ്പ് നമ്മളെ പോലെ ആ സമയത്തൊക്കെ നിങ്ങളുടെ കയ്യിലൊന്നും ഫോൺ വന്നിട്ടുണ്ടാവില്ല. ഫോൺ ഉണ്ടാകും, വളരെ സമൂഹത്തിൽ കുറച്ച് സാമ്പത്തികമായിട്ട് കൂടുതലായിട്ടും ഈ കമ്മ്യൂണിക്കേഷന് ആവശ്യമുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ ഫോൺ ഉണ്ടായിരുന്നു. നോക്കിയ, അതുപോലെ എയർടെൽ പോലെയുള്ള വെറുതെ നമുക്ക് ഫോണ് ഒരാളെ വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫോൺ മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ ഇതുപോലെയുള്ള ഓരോ സ്ഥലങ്ങളിലുള്ള ടൗണുകളിലുള്ള കമ്പ്യൂട്ടർ സെന്ററുകളെയാണ് നമ്മൾ ആശ്രയിച്ചത്. അന്ന് അതുകൊണ്ടാണ് അക്ഷയ വഴി കമ്പ്യൂട്ടർ പരിജ്ഞാനം കൊടുക്കാൻ വേണ്ടിയിട്ട് അക്ഷയ സെന്ററുകൾ എന്ന സമൂഹത്തിൽ. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ്.